നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം ചാപ്റ്റർ 17 മാരേജ് ആൻഡ് മൂവീസ്. 1984 ടെർമിനേറ്റർ എന്ന സിനിമയുടെ വൻ വിജയത്തോടെ അർണോൾഡ് ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു. അതോടെ അദ്ദേഹത്തെ തേടി ധാരാളം സിനിമകൾ വന്നു തുടങ്ങി. ധാരാളം എന്ന് പറഞ്ഞാൽ വർഷം 10-20 സിനിമകളൊന്നും റിലീസ് ചെയ്യുന്ന രീതിയല്ല അവിടെ. 1-2 സിനിമകൾ, പക്ഷേ അതിലേക്കുള്ള പ്രതിഫലം അത്രയും കൂടുതലായിരിക്കും. ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം തന്നെ ഒരാൾക്ക് സുഖമായി ജീവിതകാലം കഴിഞ്ഞുകൂടാവുന്ന നിലയിലായിരിക്കും. അർണോൾഡ് അഭിനയിച്ചാൽ സിനിമകൾ സാമ്പത്തികമായി വിജയിക്കും എന്നൊരു അഭിപ്രായം പൊതുവെ ഉയർന്നു. ടെർമിനേറ്ററിന് ശേഷം അദ്ദേഹത്തെ തേടി വന്ന അടുത്ത സിനിമയാണ് ദ കമാൻഡോ. 1985 റിലീസായി. അതും ഒരു വൻ സാമ്പത്തിക വിജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഫലം കോനാൻ ദ ഡിസ്ട്രോയറിൽ ലഭിച്ച പോലെ $10 ലക്ഷം എന്നൊരു പ്രതിഫലം ലഭിച്ചു. അതിനുശേഷം ഡിനോ ഡി ലോറൻറ്റിസ്, അതായത് കോനാൻ എന്ന സീരീസിൻ്റെ നിർമ്മാതാവ്, എടുത്ത മറ്റൊരു ചിത്രമാണ് റോഡിൽ. അതിൽ അദ്ദേഹത്തിന് $15 ലക്ഷം ആയിരുന്നു ഡിനോ കൊടുത്ത പ്രതിഫലം. അപ്പോൾ പ്രതിഫലം ഓരോ സിനിമ കഴിയുമ്പോഴും ഉയരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. 85 തന്നെ ആ സിനിമയും റിലീസായി. ഈ 2 സിനിമകളുടെ വൻ വിജയത്തിന് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് മെറിയെ പ്രപ്പോസ് ചെയ്യുന്നത്. അതിനുശേഷം അമേരിക്കയിൽ വെച്ച് ഒരു ഫോമൽ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ നടന്നു. നമ്മളിവിടെ നിന്നും കാണുന്ന പോലെയല്ല, വളരെ ചുരുക്കം ആൾക്കാർ, കാരണം ബന്ധുക്കളും അത്ര അടുത്ത സുഹൃത്തുക്കളും മാത്രം. അർണോൾഡിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ പങ്കെടുത്ത ആകെ 2 ആൾക്കാരാണ്. അർണോൾഡിൻ്റെ അമ്മയും ഫ്രാങ്കോ കൊളംബും. മെറിയയുടെ കെന്നഡി കുടുംബത്തിലെയും ഷ്രൈവർ കുടുംബത്തിലെയും അത്രയും അവരുടെ അടുത്ത ബന്ധുക്കൾ മാത്രം. ആ ഫംഗ്ഷനിൽ വെച്ച് വിവാഹ തീയതി നിശ്ചയിക്കപ്പെട്ടു. 1986 ഏപ്രിൽ 26. അർണോൾഡ് ആ സമയത്ത് അടുത്ത സിനിമയുടെ കോൺട്രാക്റ്റ് ഒപ്പിട്ടിരിക്കുകയാണ്, ദ പ്രെഡേറ്റർ എന്ന സിനിമ. അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് മെക്സിക്കോയിലാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അദ്ദേഹത്തിന് പലപ്പോഴും നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതെല്ലാം പല സുഹൃത്തുക്കളുടെ സഹായത്തോടെ അദ്ദേഹം മാനേജ് ചെയ്തു. ഒരു കാര്യം അദ്ദേഹം ആദ്യം തീരുമാനിച്ചിരുന്നു: ഒരു കാരണവശാലും മെറിയുടെ കുടുംബത്തിൻ്റെയോ പൈസ ചെലവഴിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു. കാരണം സാമ്പത്തികമായി കെന്നഡി കുടുംബം അതുപോലെ ഷ്രൈവർ കുടുംബം രണ്ടുപേരും ശതകോടീശ്വരന്മാരാണ്. അവരുടെ മുമ്പിൽ സാമ്പത്തികമായിട്ട് അർണോൾഡ് ഇപ്പോഴും ഒന്നുമല്ല. ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമൊന്നും അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ എടുത്തൊരു തീരുമാനമാണത്. ഇവിടെ കാറിൻ്റെ വലിപ്പം കുറഞ്ഞു പോയതിന് പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്നവരും തല്ലിക്കൊന്ന് കെട്ടി തൂക്കുന്നവരും ഒക്കെ കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്ത്രീധനം വാങ്ങിക്കാത്തവരെ പോലും കള്ളക്കേസിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നും മറക്കുന്നില്ല. അങ്ങനെ വിവാഹത്തിന് മുന്നോടിയായി സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയ, പസഫിക് പാലിസേഡ്സ് എന്ന സ്ഥലത്ത് ഒരു 2 ഏക്കർ സ്ഥലവും അതിൽ സ്ഥിതി ചെയ്യുന്ന 12,500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണവും 5 ബെഡ്റൂമും അതിനനുസരിച്ച് ബാക്കി സൗകര്യങ്ങളൊക്കെയുള്ള ഒരു വീട് അദ്ദേഹം വാങ്ങിച്ചു. ഇവർക്ക് മാത്രമായിട്ട് യാത്ര ചെയ്യുന്നതിനായിട്ട് ഒരു പോർഷെ 928 കാറ്, അന്നത്തെ ഒരു സൂപ്പർ ലക്ഷറി കാറ്, അത്തരം ഒരു കാറും വാങ്ങിച്ചു. ഇതെല്ലാം നടക്കുമ്പോഴും ആൾ പലപ്പോഴും അമേരിക്കയിലായിരിക്കില്ല, മെക്സിക്കോയിൽ പ്രെഡേറ്ററുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലായിരിക്കും. ഒടുവിൽ വിവാഹത്തിന് വെറും 2 ദിവസം മുമ്പാണ് അമേരിക്കയിൽ എത്തുന്നത്. ഏതായാലും വിവാഹമെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഹയനസ് സ്പോട്ടിലെ ചർച്ചിൽ, അതായത് മെറിയ ആദ്യം അദ്ദേഹത്തെ ഒരു ടെന്നീസ് ഷോട്ട്സും ഇടിച്ച് കൊണ്ടുപോയ ചർച്ച്, അവിടെ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾക്ക് പള്ളിയിൽ വന്നത്
ഏകദേശം 300-ൽ താഴെ ആൾക്കാർ മാത്രം. അതിനുശേഷമുള്ള റിസപ്ഷന് ഏകദേശം 500 ആൾക്കാർ. അർണോൾഡിൻ്റെ ബാല്യകാലം തൊട്ട് അദ്ദേഹത്തെ സഹായിച്ചിരുന്ന ഓസ്ട്രിയയിൽ നിന്നുള്ള ഫെഡറൽ കാസ്ലറും പിന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്ത് കോൾ കാസ്ലർ, ജർമ്മനിയിലെ സ്പോർട്സ് മാഗസിൻ എഡിറ്റർ ആൽബർട്ട് ബ്യൂസക്, ഇത്രയും ആൾക്കാരായിരുന്നു പ്രധാനമായിട്ടും അർണോൾഡിനാൽ ക്ഷണിക്കപ്പെട്ട അവിടെ വന്ന ഓസ്ട്രിയയിൽ നിന്നുള്ള ആൾക്കാർ. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലുള്ള ബോഡി ബിൽഡിംഗ് ഫ്രണ്ട്സ് ഫ്രാങ്കോ കൊളുമ്പിൻ്റെ കാര്യം പിന്നെ പറയണ്ട. അദ്ദേഹം ആദ്യാവസാനം അർണോൾഡിൻ്റെ സന്തത സഹചാരിയായി എല്ലാ ചടങ്ങുകൾക്കും കൂടെ ഉണ്ടായിരുന്നു. ബിൽ ഡ്രേക്ക്, ഡേവ് ഡ്രാപ്പർ, അങ്ങനെ വളരെ അടുപ്പമുള്ള കുറേ ബോഡി ബിൽഡിംഗ് സുഹൃത്തുക്കൾ, പിന്നെ ജോ വീഡർ, ജോ ഗോൾഡ്, അത്തരം കുറച്ച് ആൾക്കാർ. അങ്ങനെ എല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു. അന്ന് രാത്രി തന്നെ അർണോൾഡ് തിരിച്ച് ഒരു റിസപ്ഷൻ കെന്നഡി കുടുംബത്തിൻ്റെ വീടിനടുത്തുള്ള ഒരു ഗോൾഫ് ക്ലബ്ബിൽ അറേഞ്ച് ചെയ്തിരുന്നു. അതിന് അദ്ദേഹം മാതൃകയാക്കിയത് അദ്ദേഹം ഓസ്ട്രിയയിലും അത് കഴിഞ്ഞ് ജർമ്മനിയിലും എല്ലാം കണ്ടിരുന്ന ബിയർ ഹാൾ മോഡലായിരുന്നു. അതായത് ബിയർ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു എന്നല്ല, ആ ഹാളിൻ്റെ ഡിസൈനിങ്ങും അവിടെ ഉപയോഗിച്ച ടേബിൾ ക്ലോത്ത്, അവിടെ കൊടുത്തിരുന്ന ഭക്ഷണങ്ങൾ എല്ലാം ആ ഒരു രീതിയിലായിരുന്നു. അത് ഈ US നേറ്റീവ്സിനെല്ലാം വളരെയധികം അത്ഭുതകരവും പുതുമയും നിറഞ്ഞ ഒരു പരിപാടിയായിരുന്നു. വിവാഹത്തിനായി അർണോൾഡും മെറിയയും ആകെ ഒരാഴ്ച ലീവാണ് എടുത്തിരുന്നത്. പ്രെഡേറ്ററിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഒരാഴ്ചത്തെ ബ്രേക്കിലാണ് അർണോൾഡ് വിവാഹത്തിന് വരുന്നത്. മെറിയ അവർ വർക്ക് ചെയ്യുന്ന CBS എന്ന പ്രശസ്തമായ TV കമ്പനിയിൽ നിന്ന് ഒരാഴ്ചത്തെ ലീവ്. വിവാഹം കഴിഞ്ഞു 3 ദിവസം ഒരു ഹണിമൂൺ യാത്ര. 5-ാമത്തെ ദിവസം അവർ മെക്സിക്കോയിലെത്തി. ഷൂട്ടിംഗ് സൈറ്റിൽ കൊണ്ടുവന്ന് മറിയൊക്കെ കാണിച്ചു, എല്ലാവരെയും പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞ് മറിയ ജോലിക്ക് പോയി. അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ജോലികളുമായിട്ട് അവിടെ തുടർന്നു. പ്രെഡേറ്റർ എന്ന സിനിമ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എൻ്റെ പ്രിവ്യൂ കണ്ടപ്പോഴാണ് പലതും വിചാരിച്ച രീതിയിൽ ശരിയായിട്ടില്ല എന്ന് അർണോൾഡിനും സംവിധായകനും അങ്ങനെ മറ്റ് പല ആൾക്കാർക്കും മനസ്സിലാകും. പ്രധാനമായിട്ട് അതിൽ വരുന്ന ഒരു അന്യഗ്രഹ ജീവി, മനുഷ്യനെ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ കൊന്നു തിന്നുന്ന ഒരു ജീവി, അതിനവസാനമാണ് നമ്മൾ കാണുന്നത്. ആ ജീവിയുടെ അപ്പിയറൻസ് വളരെ ചെറുതായിപ്പോയി എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള അഭിപ്രായം. നിവർന്നു വന്ന അർണോൾഡിൻ്റെ അത്ര ഇല്ല. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പ്രെഡേറ്റർ അല്ല ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. അത് നിർമ്മാതാക്കൾ കാണിച്ച ഒരു മണ്ടത്തരമാണ്. സാധാരണ ഇത്തരം സ്പെഷ്യൽ ഇഫക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന വലിയ കമ്പനികളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ടെർമിനേറ്ററിൻ്റെ സ്പെഷ്യൽ ഇഫക്റ്റ് ഉണ്ടാക്കിയ കമ്പനിയുടെ പ്രതിഫലം $15 ലക്ഷം ആയിരുന്നു. ഇവർ വളരെ പ്രതിഫലം കുറച്ച് ചെയ്യുന്ന ഒരു കമ്പനിക്കാണ് അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തത്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഇഫക്റ്റും വളരെ കുറവായിരുന്നു എന്ന് മാത്രം. അവസാനം ഫൈനൽ സീനുകളൊക്കെ രണ്ടാമത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ചുകൂടി ഭയാനകമായ രീതിയിൽ പ്രെഡേറ്റർ എന്ന ഏലിയൻ്റെ ഒരു രൂപമൊക്കെ ഡിസൈൻ ചെയ്തു. ആ പ്രെഡേറ്റർ രൂപത്തിൻ്റെ അകത്തിരുന്ന് അഭിനയിച്ചിരുന്നത് വാൻ ഡാൻ എന്ന ഒരു ഡെൻമാർക്കുകാരനായ നടനായിരുന്നു. 7 അടി 2 ഇഞ്ച് പൊക്കവും നല്ല മസ്കുലർ ബോഡിയൊക്കെ ഉള്ള ഒരു വ്യക്തി. പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ തന്നെ പല സിനിമകളിലും നല്ല രീതിയിൽ അഭിനയിച്ചു. സൂപ്പർ സ്റ്റാർ ലെവലിലേക്കൊക്കെ ഉയർന്നു. ഏതായാലും പ്രെഡേറ്ററിൻ്റെ ക്ലൈമാക്സ് സീനുകൾ മുഴുവൻ രണ്ടാമത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ആ സമയത്തായിരുന്നു പക്ഷേ അടുത്ത ഒരു പ്രതിബന്ധം. ഷൂട്ടിങ്ങൊക്കെ നിർത്തിവെച്ച് രണ്ടാമത് തുടങ്ങുമ്പോഴേക്കും അവിടെ എല്ലാം വിൻ്റർ സീസണാണ്. കാടെല്ലാം മഞ്ഞ് മൂടി കിടക്കുന്നു. അതിലെ അവസാനത്തെ ചില രംഗങ്ങളിൽ പ്രെഡേറ്ററുടെ ആക്രമണത്തിൽ അർണോൾഡ് വസ്ത്രമെല്ലാം നഷ്ടപ്പെട്ട് കളിമണ്ണ് കൊണ്ട് ദേഹം പൊതിഞ്ഞ് അഭിനയിക്കുന്ന ചില സീനുകളുണ്ട്. ആ സമയത്ത് ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ സ്ഥലങ്ങളിൽ നിന്നും കളിമണ്ണ് കിട്ടില്ല. കിട്ടണമെങ്കിൽ അത്ര ആഴത്തിലൊക്കെ കുഴിച്ചെടുക്കണം. മേക്കപ്പ് മാൻ പുതിയൊരു പരീക്ഷണം നടത്തി. മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കളിമണ്ണ് കൊണ്ട് മേക്കപ്പ് നടത്തി. അതിനൊരു കുഴപ്പമുണ്ട്, ഭയങ്കര തണുപ്പായിരിക്കും. ഓൾറെഡി മഞ്ഞുകാലം തണുത്ത് വിറക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വസ്ത്രങ്ങളും ഇല്ലാതെ ഈ തണുത്ത കളിമണ്ണ് ദേഹത്ത് പൊതിഞ്ഞാൽ ഉള്ള അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരവസ്ഥയിലാണ് ആ ക്ലൈമാക്സ് അഭിനയിക്കുന്നത്.
വിറയ്ക്കാതിരിക്കാനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പണിപ്പെട്ടത്. അതിനായിട്ട് സംവിധായകൻ ചില പൊടിക്കൈകളൊക്കെ കൊടുത്തു. പ്രധാനമായിട്ടും ജാഗർ ടീ എന്നൊരു ഡ്രിങ്ക്, കട്ടൻ ചായയിൽ റമ്മ് മിക്സ് ചെയ്ത ഒരു സാധനം. പക്ഷേ കുടിക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഓവറായിട്ട് കുടിക്കാനും പറ്റില്ല, അഭിനയിക്കണമല്ലോ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു രണ്ടാമത്തെ അതിൻ്റെ ഷൂട്ടിങ്. അർണോൾഡും അതുപോലെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആളുടെ അവസ്ഥ അതാ, കളിമണ്ണിൽ പൊതിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. തണുപ്പ് അയാൾക്കും സഹിക്കാൻ വയ്യ, വാൻ ഡാം എന്നുള്ള വ്യക്തിക്കും. അങ്ങനെ ഒരുവിധം അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അതും ഒരു വമ്പൻ ഹിറ്റിലേക്ക് മാറി. അപ്പോൾ ഈ സിനിമകൾക്കൊക്കെ അർണോൾഡിൻ്റെ ഒരു ഡെഡിക്കേഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. ഇതിൻ്റെ എല്ലാം മാർക്കറ്റിങ്ങിന് അദ്ദേഹം മുന്നിട്ടുണ്ടാവും. ഒരു സിനിമ ശരിയായ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കും, അതിനനുസരിച്ച് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. എന്നിരുന്നാലും ചില പരാജയങ്ങൾ സംഭവിക്കും. അത്തരത്തിലൊന്നായിരുന്നു 1987 പ്രെഡേറ്ററിന് ശേഷം റിലീസായ റണ്ണിങ് മാൻ എന്ന സിനിമ. റണ്ണിങ് മാൻ ആദ്യം സംവിധാനം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന വ്യക്തി ആൻഡി ഡേവിസ് എന്ന പ്രശസ്തനായ സംവിധായകനായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ഒരു അക്രമിയുടെ വെടിയേറ്റു. അതോടെ പകരം ഒരു സംവിധായകനെ കണ്ടെത്തുക അല്ലെങ്കിൽ ഷൂട്ടിംഗ് മാറ്റിവെക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വന്നു. ആ സമയത്ത് അതിൻ്റെ നിർമ്മാതാക്കൾ കണ്ടെത്തിയ മറ്റൊരു സംവിധായകനായിരുന്നു പോൾ മൈക്കൽ ഗെയ്സർ എന്ന വ്യക്തി. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അതിനു മുമ്പ് ഒരു സിനിമ പോലും സംവിധാനം ചെയ്ത പരിചയമില്ല, സിനിമ ഫീൽഡിലെ പരിചയമില്ല, TV സീരിയലുകളുടെ സംവിധായകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഷൂട്ടിംഗ് കാലത്തെ അർണോൾഡ് നിർമ്മാതാക്കളുടെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു രക്ഷയുണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു. ആ സിനിമ ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിങ്ങും ഒക്കെ നല്ലതുപോലെ നടന്നെങ്കിലും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അർണോൾഡിൻ്റെ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷമുള്ള ആദ്യ പരാജയപ്പെട്ട സിനിമ പരാജയപ്പെട്ടെങ്കിലും അർണോൾഡിന് ലഭിച്ച പ്രതിഫലം അതുവരെ കിട്ടിയതിൽ ഏറ്റവും കൂടുതലായിരുന്നു, $50 ലക്ഷം. 1988 ഷൂട്ടിംഗ് ആരംഭിച്ച അടുത്ത സിനിമയായിരുന്നു റെഡ് ഹീറ്റ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത US-ഉം USSR-ഉം തമ്മിലുള്ള ഒരു കൾച്ചറൽ അഫെയർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആരംഭിക്കുന്നത് ആ ഒരു സിനിമയിലൂടെയാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം USSR എന്നുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യവും USA-യും തമ്മിൽ ഒരു കോൾഡ് വാർ, ശീതയുദ്ധം നിലനിന്നിരുന്നു. അതുകൊണ്ട് ആ രാജ്യങ്ങൾ തമ്മിൽ ഒരു ഫോർമൽ ട്രാൻസാക്ഷൻസ് അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നേരത്തെ അറിയാൻ കോനാൻ പോലുള്ള പല സിനിമകളും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷെ ഒരിക്കലും അമേരിക്ക USSR-ഓ അല്ലെങ്കിൽ USSR-നോട് അലയൻസ് ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലോ അത്തരം ഒരു പരിപാടിക്ക് സമ്മതിക്കില്ല. പക്ഷെ 1986 USSR-ൽ ഗോർബച്ചേവ് അധികാരത്തിൽ വന്നതോടെ അതിൻ്റെ കഷ്ടകാലം അവസാനിച്ചു തുടങ്ങി. അതിനു മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയുന്ന പോലെ തന്നെ എല്ലാം നമ്പർ 1 ആണെന്ന് അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കും, ജനങ്ങൾ പട്ടിണിയായിരിക്കും മാത്രം. അത്തരം ഒരു അവസ്ഥയൊക്കെ മാറി ഓപ്പൺ മാർക്കറ്റിലേക്ക് USSR വരുന്ന ഒരവസ്ഥയായി. പിന്നീട് അതിൽ പണ്ട് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ആക്രമിച്ച് കീഴടക്കി അതിൻ്റെ ഭാഗമാക്കിയിരുന്ന പല രാജ്യങ്ങളും അതിൽ നിന്ന് സ്വതന്ത്രരായി പോയി. അതോടെ USSR എന്നുള്ള പേരും മാറി റഷ്യ എന്നുള്ള പേരായി. ഗോർബച്ചേവിൻ്റെ കാലത്തോടെ US-ഉം USSR-ഉം തമ്മിലുള്ള നയതന്ത്രബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു. അതിനനുസരിച്ചുള്ള ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായി ആദ്യമായി USSR-ൽ ഷൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്ത സിനിമയായിരുന്നു റെഡ് ഹീറ്റ്. അതും വളരെ നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹിറ്റായി. പക്ഷേ US-ൽ പ്രതീക്ഷിച്ച പോലെ ഹിറ്റായില്ല. കാരണം റഷ്യ എന്ന് കേൾക്കുമ്പോഴേ പല അമേരിക്കക്കാരുടെയും മനസ്സിൽ ഭീകര ചിന്തകളാണ് വരിക. പറഞ്ഞിട്ട് കാര്യമില്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിരിപ്പത്തായിപ്പോയി. ആ കാലത്തുള്ള മറ്റ് ആക്ഷൻ ഹീറോകളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു പ്രത്യേകത, അത്യാവശ്യം കോമഡി കൈകാര്യം ചെയ്യാൻ അറിയുമായിരുന്നു. ചിരിക്കുന്നൊരു മുഖഭാവം ഏത് നിമിഷവും അദ്ദേഹത്തിന് വരുത്താൻ കഴിയും. ടെർമിനേറ്റർ എന്നുള്ള ഒരു മെഷീൻ സിനിമയിൽ പോലും അത് അദ്ദേഹം കോമഡി ഒന്നും കാണിച്ചില്ലെങ്കിലും അദ്ദേഹം പറയുന്ന രീതിക്ക്
ആ ഐ വിൽ ബി ബാക്ക് എന്ന ഒരു പ്രയോഗം അമേരിക്കയിലെല്ലാം ചിരി ഉയർത്തി എന്നുള്ളത് സത്യമാണ്. കാരണം ഒരു ഇംഗ്ലീഷുകാരൻ പറയുന്ന രീതിയിലല്ല അത് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം കമാൻഡോയിൽ വളരെ രസകരമായ ഒരു കോമഡി സീൻ, അദ്ദേഹം വളരെ സീരിയസ് ആണ് എന്നാൽ ചിരി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ്, അത് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. വിമാനത്തിൻ്റെ അകത്ത് വെച്ച് അദ്ദേഹം വില്ലൻ ഗ്യാങ്ങിലുള്ള ഒരാളെ കഴുത്തിലേക്ക് ഇട്ടിച്ച് കൊല്ലുന്നുണ്ട്, ഈ സീറ്റിലിരിക്കുന്നവിടെ നനങ്ങാതെ. എന്നിട്ട് ഒരു തുണി കൊണ്ട് അയാളുടെ മുഖം മറച്ചിടും. ആ സമയത്ത് അടുത്ത് വരുന്ന എയർ ഹോസ്റ്റസിനോട് പറയും, മൈ ഫ്രണ്ട് ഈസ് ഡെഡ് ടയേർഡ്. ഡെഡ് ടയേർഡ് എന്നുള്ള ഇംഗ്ലീഷ് ഫ്രേസിൻ്റെ മീനിങ് തളർന്ന അവശനായിരിക്കുന്നു എന്നാണ്. പക്ഷേ ഇവിടെ ആക്ച്വലി ഡെഡ് എന്നുള്ള വാക്കിനൊരു മീനിങ് ആ സാഹചര്യത്തിൽ വരികയാണ്. അത് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർക്കെല്ലാം ഒരു കൂട്ടച്ചിരി ഉയർത്തിയ ഒരു സീനായിരുന്നു. ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അഭിനയ ശൈലി കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ സിനിമകൾ കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ മാർക്കറ്റും അതിനനുസരിച്ച് പ്രതിഫലവും കൂടിക്കൊണ്ടിരുന്നു. 1990 റെക്കോർഡ് പ്രതിഫലം $1 കോടി പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം ടോട്ടൽ റീകോൾ എന്ന സിനിമയ്ക്ക് അഗ്രിമെൻ്റ് ഒപ്പിട്ടു. ടോട്ടൽ റീകോൾ വാസ്തവത്തിൽ കോനാൻ്റെ നിർമ്മാതാവ് ഡിനോ ഡി ലോറൻറ്റസിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു. അതിനുള്ള ആ കഥ സിനിമയാക്കാനുള്ള അവകാശം അദ്ദേഹത്തിൻ്റെ കമ്പനിക്കാണ്. ഒരു മനുഷ്യൻ ചൊവ്വയിലെത്തുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാൻറ്റസീസും ഒക്കെയാണ് അതിൻ്റെ ഇതിവൃത്തം. അർണോൾഡിന് ആ കഥ കേട്ട് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അർണോൾഡിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നടനെ നായകനാക്കി ഡിനോ ഓസ്ട്രേലിയയിൽ വെച്ച് അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ആ സമയത്ത് തന്നെ ഡിനോ ചെയ്ത മറ്റൊരു സിനിമയായിരുന്നു നമുക്കറിയാം, റെഡ് സോഞ്ച. അതിൽ അർണോൾഡിന് ഒരു കാമിയോ വേഷം കിട്ടി. അതിലെ ഹീറോയിൻ അർണോൾഡിനെ പ്രേമിച്ച് കുറച്ച് കാലം നടന്നു. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആ സിനിമ മാർക്കറ്റിൽ ദയനീയ പരാജയമായിരുന്നു. അതോടെ ഡിനോയ്ക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ടോട്ടൽ റീകോളും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അർണോൾഡ് ഇത് മനസ്സിലാക്കി. അർണോൾഡ് ആ സമയത്തുള്ള ഒരു പ്രശസ്ത പ്രൊഡക്ഷൻ കമ്പനി കാർലോക്കോ എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു. അതിനകം പ്രശസ്തമായിരുന്ന റാംബോ എന്ന സിൽവർ സ്റ്റാറിൻ്റെ സിനിമകളിലൂടെ വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കി നിൽക്കുന്ന ഒരു കമ്പനിയായിരുന്നു ആ സമയത്തത്. അങ്ങനെ അർണോൾഡിൻ്റെ ശ്രമഫലമായിട്ട് കാർലോക്കോ കമ്പനി ഡിനോയുടെ കയ്യിൽ നിന്ന് ടോട്ടൽ റീകോളിൻ്റെ നിർമ്മാണാവകാശം ഏറ്റെടുത്തു. സ്വാഭാവികമായിട്ടും അത്തരം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത അർണോൾഡിനെ അവർ നായകനാക്കുകയും ചെയ്തു. ഷൂട്ടിംഗ് ആരംഭിച്ചു. വളരെ നല്ല രീതിയിൽ എല്ലാം നടന്നു. പക്ഷേ റിലീസിൻ്റെ സമയമായപ്പോൾ ഒരു ചെറിയ പ്രശ്നം. ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ട്രൈസ്റ്റാർ പിക്ചേഴ്സ്, അവരുടെ സിസ്റ്റർ കൺസേൺ കൊളംബിയ പിക്ചേഴ്സ്, ഈ രണ്ട് കമ്പനികളെയും ആ സമയത്ത് സോണി ഏറ്റെടുത്തിരുന്നു. സോണി ഓൾറെഡി സിനിമാ മേഖലയിൽ ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയായിരുന്നു. അവർ ഓൾറെഡി പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളുടെ സിനിമകൾക്ക് അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുത്തില്ല. അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ട അർണോൾഡിന് മനസ്സിലായി ടോട്ടൽ റീകോൾ ഈ നിലയിൽ പോയാൽ ഒരു വൻ പരാജയമായിരിക്കും. അർണോൾഡ് വീണ്ടും ട്രൈസ്റ്റാറിൻ്റെ എക്സിക്യൂട്ടീവായ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയെ ബന്ധപ്പെട്ടു. പീറ്റർ പക്ഷേ സോണി ഏറ്റെടുത്തെങ്കിലും അപ്പോഴും അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായി തുടരുകയാണ്. അപ്പോൾ പീറ്റർ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം എൻ്റെ അറിവിൽ പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഡീപ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് പ്രൊമോഷൻ എന്നുള്ള രീതിയിലായിരുന്നു പീറ്ററിൻ്റെ സംഭാഷണം. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഉന്നതങ്ങളിലുള്ളവരറിയാതെ ഈ സോണി പിക്ചേഴ്സിൻ്റെ ചില താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് മറ്റേ കമ്പനിയുടെ പിക്ചേഴ്സിനെ ഡൗൺ ആക്കാൻ ശ്രമിക്കുന്നത്. പീറ്ററും സോണിയുടെ ചെയർമാനും നേരിട്ട് സംസാരിച്ചു. അവരും അർണോൾഡും അതിൻ്റെ സംവിധായകൻ വെർഹോവൻ എന്ന വ്യക്തിയും എല്ലാവരും ഒന്നിച്ചിരുന്ന് ടോട്ടൽ റീകോൾ സിനിമ തിയേറ്ററിൽ അവർക്ക് വേണ്ടി ഒരു ഷോ നടത്തി കണ്ടു. റിലീസിന് 3 ആഴ്ചയേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ആ സമയത്ത് പീറ്റർ പറഞ്ഞു, ഇത്തരം ഒരു സിനിമയെ തരം താഴ്ത്താൻ പറ്റില്ല.
അങ്ങനെ അതിൻ്റെ പ്രൊമോഷൻ ഊർജിതമായി. റിലീസ് കഴിഞ്ഞപ്പോൾ അന്നേ വരെ അമേരിക്ക കണ്ടതിൽ ഏറ്റവും വലിയൊരു വിജയമായി തീർന്നു ടോട്ടൽ റീകോൾ. ഏകദേശം $100 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ആ ചിത്രം അമേരിക്കയിൽ മാത്രം $300 കോടി മേലെ കളക്ഷൻ നേടി. ഇൻ്റർനാഷണൽ മാർക്കറ്റിലെയും കൂടി കളക്ഷൻ അനുസരിച്ച് ഏകദേശം $800 കോടി ടോട്ടൽ റീകോൾ കളക്ട് ചെയ്തു.